നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. നമ്മളുടെ സംസ്ഥാനത്തെ തൊഴിൽ നൈപുണ്യ വകുപ്പ് മുൻപ് ഏർപ്പെടുത്തിയിരുന്ന ഒരു പദ്ധതിയുണ്ട്, കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ്. ആദ്യഘട്ടത്തിൽ പ്രജ്വല എന്ന് പേരിട്ടിരുന്ന പദ്ധതി പിന്നീട് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്കീം പ്രജ്വല എന്ന രീതിയിലേക്ക് പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആനുകൂല്യം ലഭിക്കുന്നത് പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്ക്, അതായത് ഒരു വർഷക്കാലത്തേക്കുള്ള ആനുകൂല്യമാണ്. അത് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് മുൻ സർക്കാർ അവതരിപ്പിച്ച ഒരു പദ്ധതി കൂടിയാണ്. 5 ലക്ഷത്തോളം പേരെ ചേർക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതിയിൽ അതിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മാത്രം അപേക്ഷകൾ നമ്മളുടെ സംസ്ഥാനത്ത് വരികയും ചെയ്തിട്ടില്ല. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് അപേക്ഷകളാണ് നിലവിലാകുന്നത് തന്നെ. നിലവിൽ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് 1/2 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളും. ഇനി ഈ പദ്ധതിയുടെ ധനസഹായം തുടരുമോ ഇല്ലയോ എന്ന് ഒരുപാട് ആളുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതി തുടരുകയാണ് എന്ന് പുതിയ സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ആനുകൂല്യം നിലയ്ക്കുന്നില്ല. നമുക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരുടെ അപേക്ഷ സ്വീകരിക്കലും പോലുള്ള വിവിധ കാര്യങ്ങൾ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്നതിന് വേണ്ടി ഈ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ കോഴ്സുകളെല്ലാം പഠിച്ച ശേഷം, അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കോഴ്സുകളെല്ലാം പഠിച്ച ശേഷം വിവിധ തൊഴിലിന് വേണ്ടി ഇപ്പോൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ടാകാം. ഇനി അത് മാത്രമല്ല, നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവരുമുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി ഈ ഒരു സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരമാണ് നമ്മൾ രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ടത്. നമ്മളുടെ പരിധിയിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി അപ്രൂവൽ ലഭിക്കും. അപ്രൂവൽ ലഭിക്കുന്ന മുറയ്ക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ക്രെഡിറ്റ് ആവുകയും ചെയ്യും. നിലവിൽ 3 ഗഡുക്കളൊക്കെയാണ് പരമാവധി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വിതരണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം തുക വിതരണം നടത്തിയിട്ടുമില്ല. അപ്പോൾ തുക പുനഃസ്ഥാപിക്കുകയും വേണം. അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷകൾ സ്വീകരിച്ച് അപ്രൂവൽ ആയവർക്കൊക്കെ പുതുതായിട്ട് സഹായം വിതരണം ചെയ്യുകയും വേണം. 1 വർഷക്കാലത്തേക്ക് പദ്ധതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഈ തുക വിനിയോഗിച്ചായിരിക്കും നമുക്ക് ഈ സംസ്ഥാന സർക്കാർ ഈ തുക വിതരണം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന നടപടി തന്നെയാണിത്. കാരണം വിവിധ ജോലികൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണവർ. അതുമാത്രമല്ല, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ അവരുടെ വണ്ടിക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവരുടെ പഠന ചെലവുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ വീതം, അതായത് 1 വർഷക്കാലത്തേക്ക് 12,000 രൂപ ഒരു ചെറിയ സഹായമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യം അപേക്ഷ വയ്ക്കുന്നവർക്കാണ് മുൻഗണന നൽകുന്നത് എന്നുള്ളത് ഈ സ്കീമിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. മുൻ സർക്കാർ 5 ലക്ഷം പേരുടെ അപേക്ഷകളാണ് സ്വീകരിക്കാൻ തയ്യാറെടുത്തിരുന്നതെങ്കിൽ ഈ സർക്കാരിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എത്ര അപേക്ഷകൾ ഈ സാമ്പത്തിക വർഷം സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ സർക്കാരാണ് തീരുമാനിക്കുന്നത്. എങ്കിലും മുൻപ് അപ്രൂവൽ ലഭിച്ചവർക്ക് ആനുകൂല്യം ലഭിക്കും. ഇനി അപ്രൂവൽ ആകാത്തവർക്ക് വളരെ വേഗം അപ്രൂവലാകും. ഈ 100 ദിന കർമ്മ പദ്ധതിയിൽ ഈ ഒരു പദ്ധതി കൂടി ഇടം പിടിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉണ്ടാകും. അത് കൃത്യമായിട്ട് ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കാം. ഇതുപോലുള്ള ഓരോ അപ്ഡേഷനും മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.